അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഉപകാരപ്രദമായൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണം. ഈ ചേച്ചീനെ ഒന്ന് കണ്ടേ, ചേച്ചി എന്താ ചെയ്യുന്നതെന്നൊന്ന് നോക്കിയേ. ഇന്നത്തെ ലൈക്ക് ഈ ചേച്ചിക്ക് കൊടുക്കണേ. അത്രയ്ക്കും വളരെ മനോഹരമായൊരടുപ്പ്, അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രയോജനപ്പെട്ട അടുപ്പ് അല്ലേ. ഇന്ന് നമുക്ക് ഗ്യാസ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണല്ലോ. അപ്പം നമുക്ക് ഇതുപോലൊരു അടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൽ നിന്ന് മോചനം കിട്ടുമല്ലോ. ഒരു ഗ്യാസ് ഉണ്ടെങ്കിൽ നമ്മുടെ വേറെ പരിപാടികൾ നടക്കുന്നത്. ഇതുപോലൊരു അടുപ്പുണ്ടെങ്കിൽ 7 പാത്രത്തിൽ സാധനങ്ങൾ ഉണ്ടാക്കാം. 7 അടുപ്പാണ് അവരുണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണും. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് സ്ലോ മോഷനിൽ കാണിക്കുന്നത് കേട്ടോ. എത്ര ഇഷ്ടിക വേണം, എത്ര നേരം കൊണ്ടാണ് ഇത് പണി തീരുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇഷ്ടികയുടെ എണ്ണം വരെ നിങ്ങൾക്ക് എടുക്കാം. ഓരോരോ ഇഷ്ടിക വെക്കുന്നതും എങ്ങനെയാണ് ഈ അടുപ്പൊന്ന് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ശ്രമിക്കണം കേട്ടോ. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടിക മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇക്കാനെ കൊണ്ട് ഇഷ്ടികയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇവരുണ്ടാക്കുന്ന കളിമണ്ണ് കൊണ്ടാണ് കേട്ടോ. അവർ കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സിമെൻറ്റും മണലും കൂടി കുഴച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ നമുക്കൊരു ലവ് ചിഹ്നം പോലെ അവർ ആകൃതി ഉണ്ടാക്കിയിരിക്കണം. നമുക്ക് ഈ ആകൃതിയിൽ തന്നെ ഉണ്ടാക്കിയാലാണ് 7 അടുപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ സ്ക്വയർ അങ്ങനെയൊക്കെ ആക്കി 4 അടുപ്പ് 3 അടുപ്പ് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്കല്ലേ. 7 അടുപ്പ്, അതുണ്ടോ, 7 അടുപ്പിലും 7 പാത്രം നമുക്ക് വെക്കാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ കൂടി മറക്കരുത്. ഹൈപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്തേക്കണേ എന്നെ. ഇൻഷാ അല്ലാ നമുക്ക് ഇതുണ്ടോ, ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതേപോലെ ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പം ഞാനിത് ഈ വീഡിയോ എന്തായാലും ഇതേപോലെ തന്നെ അടുപ്പുണ്ടാക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ഇവരുണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നും എത്ര പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു ദിവസം കൊണ്ട് ഉണ്ടാക്കി തീരാനേ ഉള്ളൂ. പക്ഷെ നമ്മൾ സിമെൻറ്റും മണലും കൊണ്ടാണ്, നമുക്ക് കളിമണ്ണ് കിട്ടത്തില്ലല്ലോ. കളിമണ്ണുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരും. അവിടെ കൈകൊണ്ട് കുഴച്ച് മണ്ണ് ഉരുട്ടി വെച്ച് ഫിനിഷിങ്ങൊക്കെ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ. എന്നിട്ട് അവർ അതിൻ്റെ കൂടെ ഒരു ഡെക്കറേഷൻ കൂടിയുണ്ട്. പക്ഷെ നമുക്ക് ഡെക്കറേഷനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് ഇതുപോലെ ഒന്ന് ഒത്തു കിട്ടിയാൽ മതിയല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കണേ. എല്ലാവരും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഞാനുണ്ടാക്കും, നിങ്ങളുണ്ടാക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ മറക്കരുത് കേട്ടോ. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര ഇഷ്ടിക അവർ വെച്ചെന്ന് കണ്ടോ. 7 അടുപ്പാണ് അവർ ഫിനിഷിങ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പെയിൻറ്റിൻ്റെ പാട്ടയുണ്ടല്ലോ, പെയിൻറ്റിൻ്റെ പാട്ട വെറുതെ കമത്തി വെച്ചിട്ട് ഇപ്പം ബലം കിട്ടാനാട്ടോ കമ്പുകൾ വെച്ചത്. കമ്പിന് പകരം നമുക്ക് ഇരുമ്പിൻ്റെ കമ്പികളുണ്ടെങ്കിൽ വെക്കാം കേട്ടോ. ഇരുമ്പിൻ്റെ കമ്പികൾ വെക്കുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടി സ്ട്രോങ് ആകും. നമുക്ക് അടുക്കളയിലോ അല്ലെങ്കിൽ പുറത്ത് വർക്ക് ഏരിയയിലോ അല്ലെങ്കിൽ പുറത്തൊരു തിണ്ണ കെട്ടിയിട്ട് ഇതുപോലെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് ഇരുന്ന് പണിയാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അടുപ്പുണ്ടാക്കണമെങ്കിലേ നമ്മുടെ അടുക്കളയിൽ അഴുക്കും ആകത്തില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് വെന്തും കിട്ടും. അടുപ്പിലുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഒത്തിരി ഹെൽത്തിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ ഹെൽത്തിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇതുപോലെ അടുപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പ്രചോദനം. എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ടാണ് കാണിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും ഇതിന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നാളെ ഞാൻ ഇതിൻ്റെ വർക്കിങ്ങിലായിരിക്കും. അപ്പോൾ എത്ര ദിവസം കൊണ്ട് തീർന്നു, എങ്ങനെയാണ് ഫിനിഷ് ആയത് എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കത്തിക്കുമ്പോൾ വരെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. കണ്ടോ ഈ ചേച്ചി എന്തെല്ലാം വർക്കിങ്ങിലൂടെ കണ്ടോ. പിന്നെ ഫിനിഷിങ് വർക്കാണ് കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അടിപൊളിയായിട്ടുണ്ടല്ലേ. ചേച്ചിനെ സമ്മതിക്കണം. നമ്മളെല്ലാവരും കഴിവുള്ളവരാണ്, പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കാറില്ല. നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിച്ചാലാണ് ഡെക്കറേഷൻ വരെ ചെയ്തു തരും. അടിപൊളി അല്ലേ. നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിച്ചാലാണ് നമുക്ക് കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾക്കുള്ള കഴിവുകൾ നമ്മൾ മടി കൊണ്ട് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു കഴിവില്ലാത്തവരായിപ്പോവും. അതിനാണ് കഴുതകളെന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ പരസ്പരം നമ്മൾ തന്നെ കഴുതയാകാൻ ശ്രമിക്കാതെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടോ? ആർക്കൊക്കെ തോന്നി ഒന്ന് പിന്നെ കമൻറ്റ് ചെയ്തേക്കണേ. ചെയ്തവരൊക്കെ അതേപോലെ ഉണ്ടാക്കുന്നവരൊന്ന് പറയണേ, ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ. ഉണ്ടാക്കിയിട്ട് അതൊന്ന് വീഡിയോയും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി അടുപ്പ് കഴിക്കട്ടോ. ഇനി അവർ ഇപ്പോൾ കത്തിക്കാനും കൂടി പോവാണ്. പെട്ടെന്ന് നമ്മുടെ സ്റ്റൗവിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതുപോലത്തെ സ്റ്റാൻഡുകളാട്ടോ അവർ വെച്ചേക്കണം. അപ്പോൾ കലങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയത്തും മറിയത്തൊന്നുമില്ല. ഇപ്പം നമ്മളിത് ഇപ്പോൾ അവർ 7 അടുപ്പിലും സാധനം ഉണ്ടാവും. അതിനകത്ത് സ്റ്റീൽ കലം വരെ വെക്കാം കേട്ടോ. അടിയിൽ മാത്രമേ കരി പിടിക്കത്തുള്ളൂ, അത് തുടയ്ക്കുമ്പോൾ പോവും. അതുപോലുള്ള അടുപ്പാണ്, സൂപ്പർ അടുപ്പ്. ഇതാ ഒരു കൊമ്പ് കത്തിച്ച അകത്തേക്ക് വെച്ചപ്പോഴത്തേക്കും, കൊമ്പോ കൊതുമ്പോ ഏതാണ്ട് കത്തിച്ച് വെക്കുന്നുണ്ട്. വെച്ചപ്പോഴത്തേക്കും കണ്ടോ എല്ലാ അടുപ്പിനകത്തോട്ടും തീ വന്നു. എന്തൊരു അടിപൊളി സൂത്രമാണല്ലേ. ഗ്യാസൊക്കെ എന്തിനാണ്, ഗ്യാസൊക്കെ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. ഇതുപോലുള്ള അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഒന്നും ഉപയോഗം തന്നെ വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ അതോടുകൂടി ഗ്യാസൊക്കെ നിന്നോളും. ഇപ്പോഴത്തെ സമയത്ത് ഗ്യാസ് കിട്ടാത്തവരുള്ള വിഷമങ്ങൾ, അവർക്ക് ഇതുപോലൊരു അടുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു ഉപകാരമായിരിക്കും. ഈ ഒരു അടുപ്പ് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. കണ്ടോ, ഈസി ആയിട്ടിപ്പോൾ അവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് എന്ത് പെട്ടെന്നാണെന്ന്. കണ്ടോ, വളരെ പെട്ടെന്നാണത് ഉണ്ടാക്കണവർ. പക്ഷേ നമുക്കിത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതുപോലെ എത്ര ഇഷ്ട വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കിയോ? നിങ്ങൾക്ക് എല്ലാം ചെയ്യാവുന്ന അതേ എളുപ്പത്തിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ അടുപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കട്ടെ. വീട്ടിൽ അടുപ്പ് കത്തിക്കണവർ വളരെ ചുരുക്കമായിരിക്കും. ആരാണ് അടുപ്പ് കത്തിക്കുന്നവർ? ആരുമില്ല. ഇതൊക്കെ കാണുമ്പോൾ കത്തിക്കാൻ തോന്നുമല്ലേ? നല്ല അടിപൊളിയല്ലേ? എനിക്കിപ്പോൾ ഈ അടുപ്പൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കത്തിക്കൂട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സിമെൻറ്റും മണലൊക്കെ വീട്ടിലിരിപ്പുണ്ട്. സിമെൻറ്റ് വാങ്ങിക്കുക, പണി തുടങ്ങും ഇൻഷാ അല്ലാഹ്. അത് ഓരോരോ ദിവസം ഘട്ടമായിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഞാൻ പാല് കാച്ചി എല്ലാവർക്കും സപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.